ഇന്ത്യയുടെ വികസന രൂപരേഖയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? 100 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് എങ്ങനെയാണ് മെച്ചപ്പെട്ട ഒരു ഭാവി ഉറപ്പാക്കാൻ കഴിയുക? ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിന്റെ ഉത്തരമെന്ന് പറയുന്നത് വെറുതെ കുറച്ച് സഹായങ്ങൾ കൊടുക്കുന്നതിലല്ല, മറിച്ച് വളരെ ആസൂത്രിതമായ ഒരു വലിയ പദ്ധതിയിലാണ്. നമുക്കതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം പടുത്തുയർത്താൻ ആവശ്യമായ 4 പ്രധാന തൂണുകളെക്കുറിച്ചാണ്. ആദ്യം ഒരു ഉപജീവന മാർഗം, പിന്നെ മുന്നോട്ടു പോകാനുള്ള കഴിവുകൾ, മൂന്നാമതായി അന്തസ്സോടെ ജീവിക്കാൻ ഒരു വീട്, നാലാമത് ഒരു സാമ്പത്തിക സുരക്ഷ. അവസാനം ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്തു വലിയ ചിത്രമാണ് തെളിയുന്നതെന്നും നമുക്ക് നോക്കാം. ഏതൊരു വലിയ കെട്ടിടത്തിനും വേണ്ടത് എന്താ? നല്ല ഉറപ്പുള്ളൊരു ഫൗണ്ടേഷൻ, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതവും. ആ ഫൗണ്ടേഷനാണ് ഒരു വരുമാനമാർഗം. അപ്പോ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. ഈ ഗ്രാമീണ തൊഴിലുറപ്പ് എന്ന ആശയം ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിമുളച്ചതൊന്നുമല്ല കേട്ടോ. അതിനതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്. നോക്കൂ, 1989-ലെ ജവഹർ റോസ്ഗാർ യോജനയിൽ തുടങ്ങി പല പദ്ധതികളിലൂടെയും മാറ്റങ്ങളിലൂടെയും കടന്നുപോയി ഒടുവിൽ 2009-ൽ MGNREGA ആയി മാറിയപ്പോൾ അതൊരു വെറും പദ്ധതിയല്ലാതായി, മറിച്ച് അതൊരു നിയമപരമായ അവകാശമായി മാറി. അതാണ് അതിലെ ഏറ്റവും വലിയ മാറ്റം. അപ്പോ എന്താണ് ഈ MGNREGA എന്ന് ചോദിച്ചാൽ സിമ്പിളായി പറയാം, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് വർക്ക്സ് പ്രോഗ്രാമാണ്. ഇത് സർക്കാർ തരുന്നൊരു ഔദാര്യമല്ല, മറിച്ച് ഗ്രാമങ്ങളിലെ ഓരോ വ്യക്തിക്കും തൊഴിൽ ചെയ്യാനുള്ള ഒരു നിയമപരമായ അവകാശമാണ്. ഈ നിയമത്തിന്റെ ഹൃദയം എന്താണെന്നറിയോ? ഈ ഒരൊറ്റ നമ്പർ ഓർത്താ മതി, 100. ഓരോ ഗ്രാമീണ കുടുംബത്തിനും ഒരു വർഷം കുറഞ്ഞത് 100 ദിവസത്തെ തൊഴില്, അതും വേതനത്തോടെ സർക്കാർ ഉറപ്പു നൽകുന്നു. ഇതാണ് ഈ പദ്ധതിയുടെ നട്ടെല്ല്. ശരി, അപ്പോൾ ഫൗണ്ടേഷൻ സെറ്റായി. പക്ഷേ അവിടെ തന്നെ നിന്നാൽ മതിയോ? പോരാ, ജീവിതത്തിൽ മുകളിലേക്ക് കയറണ്ടേ? അതിനൊരു കോണിപ്പടി വേണം. അതാണ് സ്കിൽസ്. അപ്പോ നമുക്ക് ആളുകളെ നാളേക്ക് വേണ്ടി തയ്യാറാക്കുന്ന നൈപുണ്യ വികസന പദ്ധതികളെക്കുറിച്ച് നോക്കാം. ഇവിടെ ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി വളരെ രസകരമാണ്. അവർക്ക് 2 വഴികളുണ്ട്. ഒന്ന് DDU-GKY. ഇത് ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ പ്രത്യേകം കണ്ടെത്തി അവർക്ക് ട്രെയിനിംഗ് കൊടുക്കുന്നു. രണ്ടാമത്തേത് PMKVY. ഇത് കുറച്ചുകൂടി വിശാലമാണ്. രാജ്യത്തെ മൊത്തം യുവജനങ്ങളെയും സ്കിൽ ട്രെയിനിങ്ങിലേക്ക് ആകർഷിക്കാനുള്ള ഒരു വലിയ ശ്രമം. അതായത് ഒന്ന് വളരെ ടാർഗറ്റഡ്, മറ്റൊന്ന് കുറച്ചുകൂടി ബ്രോഡായിട്ടുള്ളത്. ഇതിന്റെയൊക്കെ പിന്നിലെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ആളുകളെ ഒരു ജോലിക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നു, മറുവശത്ത് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ഒരു സംരംഭകനാകാൻ പഠിപ്പിക്കുന്നു. അതായത് തൊഴിൽ അന്വേഷിക്കുന്നവരെ മാത്രമല്ല, തൊഴിൽ കൊടുക്കുന്നവരെയും കൂടെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ, ഇപ്പോൾ വരുമാനമായി, മുന്നോട്ടു പോകാനുള്ള കഴിവുകളുമായി. പക്ഷേ അതുകൊണ്ട് മാത്രമായോ? ഇല്ലല്ലോ. നമുക്കെല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാൻ നല്ലൊരു സാഹചര്യം വേണ്ടേ? അതാണ് നമ്മുടെ അടുത്ത വിഷയം. അന്തസ്സുള്ള ഒരു ജീവിതത്തിന് ആദ്യം വേണ്ടതെന്താ? തലചായ്ക്കാനൊരിടം, അല്ലേ? സ്വന്തമായൊരു വീട്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലക്ഷ്യം അതുതന്നെയാണ്. പാവപ്പെട്ട ഓരോ കുടുംബത്തിനും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാമുള്ള സുരക്ഷിതമായൊരു വീട് നൽകുക. എന്നാൽ ഒരു വീട് മാത്രമുണ്ടായാൽ പോരല്ലോ. വീടും പരിസരവും വൃത്തിയായിരിക്കേണ്ടേ? അവിടെയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ വരുന്നത്. ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിലൂടെയും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലൂടെയും ആരോഗ്യം മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും അന്തസ്സും കൂടിയാണ് ഉയരുന്നത്. ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാം, പ്രത്യേകിച്ച് അടുക്കളയിലേക്ക്. വിറകടുപ്പിലെ പുക ശ്വസിച്ച് ബുദ്ധിമുട്ടുന്ന അമ്മമാർക്ക് ഒരു മോചനം. അതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകൾക്ക് LPG കണക്ഷനുകൾ നൽകുന്നതിലൂടെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. അതോടൊപ്പം പരിസ്ഥിതിക്കും ഗുണകരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടിത്തറയായി, മുകളിലോട്ട് കയറാൻ കോണിയായി, താമസിക്കാൻ നല്ലൊരു വീടുമായി. ഇനി എന്താ വേണ്ടത്? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നാൽ താങ്ങായി നിൽക്കാൻ ഒരു സേഫ്റ്റി നെറ്റ്, അല്ലേ? അതാണ് സാമ്പത്തിക ഭദ്രത. ഈ മുദ്രാവാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. മേരാ ഖാത ഭാഗ്യവിധാത. അതായത് എന്റെ അക്കൗണ്ട് എന്റെ ഭാഗ്യം നിർണ്ണയിക്കുന്നവൻ. ഒരു സാധാരണ ബാങ്ക് അക്കൗണ്ടിന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിക്കാൻ കഴിയുമെന്നതിന്റെ ശക്തി മുഴുവൻ ആ ഒറ്റവാചകത്തിലുണ്ട്. അപ്പോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വളരെ സിമ്പിളാണ്. 3 സ്റ്റെപ്പുകൾ. ആദ്യം പൈസയൊന്നുമില്ലാതെ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അതോടൊപ്പം ഒരു റുപേ ഡെബിറ്റ് കാർഡ് കിട്ടും. പിന്നെ ചെറിയ ഓവർഡ്രാഫ്റ്റ് സൗകര്യങ്ങളും ഇൻഷുറൻസ് പരിരക്ഷയും. ഇത്രയും ലളിതമായി കോടിക്കണക്കിന് ആളുകളെയാണ് ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇനിയാണ് ശരിക്കും ബ്രില്യൻ്റായൊരു മൂവ് വരുന്നത്. ഈ ജൻധൻ അക്കൗണ്ട് എന്നത് ഒരു അടിത്തറ മാത്രമാണ്. അതിനു മുകളിൽ അവിശ്വസനീയമാം കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷനും ഉറപ്പാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വർഷം വെറും 20 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ്,
ഒപ്പം വാർദ്ധക്യകാലത്ത് ഒരു വരുമാനം ഉറപ്പാക്കാൻ അടൽ പെൻഷൻ യോജനയും. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ 4 കാര്യങ്ങളും, അതായത് ഉപജീവനമാർഗം, കഴിവുകൾ, വീട്, സാമ്പത്തിക സുരക്ഷ, ഇവയെല്ലാം ചേർത്തു വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ആ വലിയ ചിത്രം, ആ ഗ്രാൻഡ് ഡിസൈൻ വ്യക്തമാകുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ഇതൊന്നും വെവ്വേറെ നിൽക്കുന്ന പദ്ധതികളല്ല, മറിച്ച് ഒരു മനുഷ്യനെ കൈപിടിച്ച് ആദ്യം ഒരു വരുമാനം നൽകി, പിന്നെ മുന്നോട്ടു പോകാനുള്ള കഴിവുകൾ നൽകി, നല്ലൊരു ജീവിത സാഹചര്യമൊരുക്കി, അവസാനം ഒരു സാമ്പത്തിക സുരക്ഷയും നൽകി ശാക്തീകരിക്കുന്ന, എല്ലാം കൊണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ തന്ത്രമാണിത്. ചുരുക്കി പറഞ്ഞാൽ സംഭവം ഇതാണ്: തൊഴിലുകൊണ്ട് ഒരടിത്തറയിടുന്നു, കഴിവുകൾ കൊണ്ട് മുകളിലേക്ക് കയറാൻ സഹായിക്കുന്നു, നല്ലൊരു വീട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു, സാമ്പത്തിക സുരക്ഷ ഭാവിയെ സംരക്ഷിക്കുന്നു. കണ്ടില്ലേ എല്ലാം എങ്ങനെയാണ് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന്? നമ്മളിത് നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. ഇങ്ങനൊരു വലിയ പ്ലാനൊക്കെയുണ്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ശരിക്കും അർഹിക്കുന്ന, ഏറ്റവും സാധാരണക്കാരനായ ഓരോ വ്യക്തിയിലേക്കും എത്തുന്നുണ്ടെന്നുറപ്പാക്കുന്നതിലെ യഥാർത്ഥ വെല്ലുവിളികൾ എന്തൊക്കെയാവാം? ഇതൊരു ചിന്തിക്കേണ്ട ചോദ്യമാണല്ലേ?